യോഗി ആദിത്യനാഥ് ഈ പേര് പറയുമ്പോൾ ചിലരുടെ മുഖത്ത് പുച്ഛഭാവവും ചിലരുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷവും തോന്നും. അത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരാധനയും തോന്നുന്നത്. എനിക്കൊക്കെ അദ്ദേഹത്തോട് ആരാധനയുണ്ട്. ഒരു പക്ഷെ മോദി കഴിഞ്ഞാൽ വാജ്പേയി കഴിഞ്ഞാൽ ഞാനൊക്കെ ആരാധിക്കുന്ന ഒരാളാണ് യോഗി. അത് ആരാധിക്കുന്നത് രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ ഇതിലല്ല. പണ്ടൊക്കെ നമ്മൾ യു പി എന്ന് പറയുമ്പോൾ അങ്ങോട്ടൊന്നും ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥലമായി യു പി മാറിയിരുന്നു. കാരണം ഗുണ്ടകളെ കൊണ്ട്, സ്ത്രീകളെ പിന്നെ അതിക്രമിക്കുന്ന ആളുകളെ കൊണ്ട്, സ്ത്രീകളെ വേട്ടയാടുന്നവരെയൊക്കെ കൊണ്ട് നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാനൊരു ഭയമാണ്. ഇപ്പൊ യു പി എന്ന് പറഞ്ഞാൽ ലോകത്തിന് തന്നെ വലിയ മാതൃകയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായി മാറുന്നത്. അതിന് കാരണക്കാരൻ ഇനി ആരൊക്കെ വിമർശിച്ചാലും പരിഹസിച്ചാലും ആക്ഷേപിച്ചാലും യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഒരു സന്യാസിയെ കൊണ്ട് സന്യാസിയായ ഒരു മനുഷ്യൻ ചെയ്ത കാര്യങ്ങളാണ്. ഈ തഴുകേണ്ടിടത്ത് തഴുകുകയും തല്ലേണ്ടിടത്ത് തല്ലുകയും ചെയ്യുന്ന ഒരു എന്താ പറയുക, നമ്മളൊക്കെ പറയുന്ന ഒരു വീട്ടിലെ കാരണവരെ പോലെ മുന്നിൽ നിന്ന് ഒരു കുടുംബത്തെ നയിക്കുന്നത് പോലെയാണ് യോഗി. അതെ, ഉത്തരവാദിത്വമുള്ള ഒരു കുടുംബനാഥനെ പോലെയാണ് യോഗി ഉത്തർപ്രദേശ് നയിക്കുന്നത് എന്ന് ഉത്തർപ്രദേശുകാർ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോ യോഗിയുടെ ജീവിതം വലുതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല. ആരാണ് യോഗി ആദിത്യനാഥ്, എന്താണ് യോഗി, എങ്ങനെയാണ് ഈ സന്യാസി ആയത്, സന്യാസത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്നൊക്കെ ഉള്ളൊരു വലിയ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം കിട്ടുകയാണ്. പലരും അന്വേഷിച്ച ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എവിടെ നിന്നാണ് കിട്ടുന്നത്? നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നൽകിയത്. ലോകം മുഴുവൻ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, യോഗി ആദിത്യനാഥിന്റെ സംഭവ ബഹുലമായ ജീവിതം, സംഭവ ബഹുലം തന്നെ പറയണം. ആ ജീവിതത്തിന്റെ ആവിഷ്കാരം, ഒരു ബയോപിക് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയിരിക്കുന്നു. ആ സിനിമയുടെ പേര് അജയ് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് എ യോഗി എന്നാണ്. അജയ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ്, പൂർവാശ്രമത്തിലെ വിളിപ്പേരാണ് അജയ് എന്നത്. അജയ് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് എ യോഗി. പറയാത്ത കഥ, പറയപ്പെടാത്ത കഥയാണ്. അറിയപ്പെടാത്തതും ആയ കഥകളുണ്ട്, കുറേയൊക്കെ അറിയുന്നുണ്ടാവും, പക്ഷെ പറയാത്ത കഥകളുണ്ട്. ആ സിനിമ ബയോപിക് സംവിധാനം ചെയ്തിരിക്കുന്നത് രവീന്ദ്ര ഗൗതം എന്ന ആളാണ്. രവീന്ദ്ര ഗൗതം. ഈ രവീന്ദ്ര ഗൗതത്തിന്റെ ഈ ചരിത്ര സിനിമ, ഈ ബയോപിക്, ഈ ചരിത്രവും വർത്തമാനവും ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഈ സിനിമ വലിയ ആവേശ തിരയിളക്കമാണ് പ്രീമിയർ ഷോയിൽ, വിദേശ പ്രീമിയർ ഷോയിൽ വന്നിട്ടുള്ളത്. ഞാൻ ആ സിനിമയുടെ പ്രീമിയർ ഷോയോട് അനുബന്ധിച്ചിട്ടുള്ള കുറേ വീഡിയോ കണ്ടിരുന്നു. അപ്പൊ അതിൽ യോഗി ആദിത്യനാഥിനെ അവതരിപ്പിച്ചിട്ടുള്ള നടന്റെ പേര് അനന്ത് ജോഷി എന്നാണ്. വളരെ പ്രശസ്തനായിട്ടുള്ള നടനാണ് അദ്ദേഹം. ഈ അനന്ത് ജോഷിയെ കാണുമ്പോൾ നമുക്ക് ശരിക്കും യോഗി ആദിത്യനെ കണ്ടാൽ കുറച്ച് കർശന നിലപാട് ഉള്ള ഒരാളുടെ മുഖമായിട്ടല്ലേ തോന്നുക. പക്ഷെ അത് ഇദ്ദേഹത്തിന്റെ മാസ്മരിക പ്രഭാവമുള്ള ഒരാൾ കൂടിയായിട്ട് അദ്ദേഹത്തിന്റെ ആന്തരിക പ്രകൃതി ചിലപ്പോൾ ഇദ്ദേഹത്തിന് ആവേശിച്ച് എടുക്കാൻ കഴിഞ്ഞേക്കാം ഈ അനന്ത് ജോഷിക്ക്. അപ്പോൾ അതിമനോഹരമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന്റെ ആ പോസ്റ്ററുകൾ, അദ്ദേഹത്തിന്റെ ചില ക്ലിപ്പുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഞാനും ആ സിനിമ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഈ സിനിമയിൽ അജയ് സിംഗ് ബിഷ്ട് എന്ന ഈ പൂർവാശ്രമത്തിൽ പേരുള്ള പിന്നീട് യോഗി ആദിത്യനാഥായി മാറിയ ആ കഥാപാത്രത്തെയാണ് അനന്ത് ജോഷി അവതരിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം യോഗി ആദിത്യനാഥിന്റെ ഗുരുവായി മാറിയ മഹന്ത് അവൈദ്യനാഥ്, അദ്ദേഹം വളരെ ചെറുപ്പത്തില് മഹന്ത് അവൈദ്യനാഥിന്റെ ആശ്രമത്തിൽ പോയി ചേരുകയും അവിടുന്ന് സന്യാസം സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ ശിഷ്യനായി മാറുകയും ദീർഘകാലം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന്റെ നിര്യാണത്തിന് ശേഷം അദ്ദേഹം ഈ വേഷം, ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുകയും മഠാധിപതി ആയി മാറുകയും ചെയ്തു യോഗി ആദിത്യനാഥ്. ഇത്തരത്തിലുള്ള യാത്രക്കിടയിൽ വിവാദങ്ങൾക്കിടയിലും വളരെ തിളക്കമാർന്ന ഒരു വിജയമാണ് ഈ ചിത്രം നേടിയെടുത്തിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഒരുപാട് ഇതൊരു ബയോപിക് ആകുമ്പോൾ തീർച്ചയായിട്ടും വിവാദം ഉണ്ടാവുന്നത് സ്വാഭാവികമാണല്ലോ. നമുക്കിപ്പോൾ ബയോപിക്കുകളെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതകഥയെ ആസ്പദമാക്കി ഒരു ബയോപിക് വന്നിരുന്നു. ആ സിനിമയുടെ പേര് കേസരി എന്നാണ്. ആ കേസരി എന്ന സിനിമയിൽ ഒരുപക്ഷെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. അക്ഷയ് കുമാറാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. ആ സിനിമ വലിയൊരു ഹിറ്റായിരുന്നു. ഹിന്ദിയിൽ വന്ന നല്ല പ്രകടനം നടത്തിയ അക്ഷയ് കുമാറിന് കൊള്ളാവുന്ന ഒരു സിനിമയായിരുന്നു അടുത്ത കാലത്ത് വന്നത്. ചേറ്റൂർ ശങ്കരൻ നായരെ നമുക്ക് എത്രത്തോളം അറിയാവുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല പ്രസിഡന്റ്, ആദ്യത്തെ പ്രസിഡന്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതമാണ്, വക്കീലായിരുന്ന കർശന നിലപാടുള്ള ഒരാളുടെ ജീവിതകഥയാണ് അത് പറഞ്ഞത്. നാരായണ ഗുരുസ്വാമിയുടെ ജീവിതകഥ നമുക്ക് ബയോപിക്കായിട്ട് മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റോക്കട്രി എന്ന സിനിമ, നമ്പിനാരായണൻ സാറിന്റെ ജീവിതകഥ, മാധവൻ നമ്പിനാരായണനായിട്ട് അഭിനയിച്ച് സംവിധാനം ചെയ്ത സിനിമ ഒട്ടനവധി വന്നിട്ടുണ്ട്. ലോകത്ത് നോക്കൂ, ലോകത്തെല്ലായിടത്തും ഈ സിനിമയെ ഒരു പ്രചരണ ആയുധമായിട്ട് എല്ലാ രാഷ്ട്ര തലവന്മാരും അങ്ങനത്തെ ആളുകളൊക്കെ, സ്വേച്ഛാധിപതികൾ അടക്കമുള്ള എല്ലാ ആളുകളും അത്തരത്തിൽ സിനിമയെ ഒരു വലിയ പ്രചരണ ആയുധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സിനിമയെ ഏറ്റവും കൂടുതൽ
ജനങ്ങളോട് സംവദിക്കുന്ന ഏറ്റവും വലിയ ജനകീയ കല ആയതുകൊണ്ട് തന്നെയാണ്. അതിലൂടെ തന്നെയാണ് വളരെ കൃത്യമായിട്ട് അവന് ഈ മഹത്തായ വലിയൊരു കലാരൂപം മൈക്രോ ലെവലിൽ ഒപ്പിയെടുക്കാവുന്ന ചെറിയ വലിയ സ്ക്രീനിൻ്റെ അകത്ത് പിന്നെ ലെൻസിന്റെ സഹായത്തോടു കൂടി വലിയ ഒരു മഹത്തായ സംഭവം സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് എല്ലാ വിളക്കുകളും അണയുമ്പോൾ, ഇരുട്ടിൽ നിൽക്കുമ്പോൾ ഒരു പ്രകാശ ഗോപുരം തെളിയുന്ന പോലെ കാത്തിരുന്നിട്ട് ശബ്ദത്തിൻ്റെയും മറ്റ് സന്നിവേശത്തിൻ്റെയും സാന്നിധ്യത്തോടുകൂടി ഒരു വലിയ വെള്ളി വെളിച്ചം വരികയും ആ തിരശീലയിലേക്ക് കഥാപാത്രങ്ങൾ ഒന്നൊന്നായി വരികയും ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റോ 3 മിനിറ്റോ 10 മിനിറ്റിനോ ഉള്ളിൽ നമ്മളെല്ലാം മറന്നുകൊണ്ട് വലതുവശത്തിരിക്കുന്നത് മന്ത്രിയാണെന്നോ ഇപ്പുറത്തിരിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളിയാണെന്നോ ആരാണെന്നോ മറക്കാതെ നമ്മൾ അന്യരുടെ കൂടെ നമ്മുടെ ലോകത്തിരുന്ന് നമ്മൾ കണ്ടുകൊണ്ട് ആ ലോകത്തേക്ക് നമ്മൾ ഇറങ്ങുന്നു. അങ്ങനെ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ആ സിനിമ പരാജയമാകുന്നു. കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇത് എന്നാണ് നിരൂപകർ പറയുന്നത്. ആദ്യത്തെ ദിവസത്തെ അതിൻ്റെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ചാണെങ്കിലും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് കളക്ഷൻ കൂടുകയും അത് ഒരു കളക്ഷൻ റെക്കോർഡിലേക്ക് പതുക്കെ കയറി വരാൻ തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. ഒരു ദൃശ്യ അനുഭവം തന്നെ നൽകാൻ, വിഷ്വലി നല്ല ദൃശ്യാനുഭവം സംഗീതത്തിന്റെ അകമ്പടിയോട് നൽകാൻ ആ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രകടനം മികച്ച പ്രകടനമാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ പകുതിയിൽ, ഫസ്റ്റ് ഹാഫിൽ മികച്ച പ്രകടനം ആ സിനിമയിലുണ്ടെന്നും സെക്കൻഡ് ഹാഫ് പക്ഷേ വിമർശകർ പറയുന്നത് ഒരു ഡോക്യു ഫിക്ഷൻ തലത്തിലേക്ക് അത് താഴ്ന്നു പോയോ എന്ന് സംശയമുണ്ടെന്നാണ്. വലിയൊരു വെല്ലുവിളിയാണ് ഈ ഡോക്യു ഫിക്ഷൻ നിലവാരത്തിലേക്ക് പോകാതിരിക്കുക എന്നത്. ഒരു സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു രീതി, അതിനൊരു ദർശനം എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതകഥ നമ്മൾ പറയുമ്പോൾ ഒരു ഡോക്യുമെന്ററി നമ്മൾ കാണാറുണ്ട്. ഒരു ഫിക്ഷൻ ലൈനിലേക്ക് പോകാതെ ഒരു ഫീച്ചർ ഫിലിമിന്റെ ലൈനിൽ നിന്നും ഒരു ഡോക്യുമെന്ററി തലത്തിലേക്ക് അത് താഴ്ന്നു പോകും ചിലപ്പോൾ. ഇത് വലിയ വെല്ലുവിളിയാണ്. ഒരു കലാകാരൻ, ഒരു ഫിലിം മേക്കർ എപ്പോഴും ഞങ്ങളൊക്കെ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. ഞാനിപ്പോ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ജീവിതകഥ സിനിമയാക്കുന്ന ഒരു പ്രോജക്റ്റിലാണ് ശ്രീ കെ മധു സംവിധാനം ചെയ്യുന്ന. അപ്പൊ ഞാൻ അതിന്റെ ചരിത്രത്തിലൂടെ വർത്തമാനത്തിലൂടെ ഒക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ, എഴുത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒക്കെ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. ആ സിനിമ വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഞാനത് സാന്ദർഭികമായി പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പം ഇത്തരത്തിൽ ഇതിനെ ആസ്പദമാക്കിയ ഈ സിനിമയ്ക്ക് ആസ്പദമായത് അജയ് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് എ യോഗി എന്ന ഈ സിനിമയ്ക്ക് ആസ്പദമായത് ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ദ മോങ്ക് ഹൂ ബിക്കം ചീഫ് മിനിസ്റ്റർ എന്നാണ്. എങ്ങനെയാണ് ഒരു സന്യാസി ചീഫ് മിനിസ്റ്റർ ആയി മാറിയത് എന്ന ഒരു പുസ്തകത്തെ അധികരിച്ചാണ് ഇത് വരുന്നത്. രാഷ്ട്രീയത്തിന്റെയും ആത്മീയതയുടെയും അപൂർവ സംയോജനം എന്നാണ് ഈ സിനിമയെ ആളുകൾ പറയുന്നത്. രാഷ്ട്രീയത്തിന്റെയും ആത്മീയതയുടെയും ഭയങ്കര ബ്ലെൻഡിങ് ആണ്. രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മളെ ആത്മീയ രംഗത്ത് നിൽക്കുന്ന പല ആളുകളും അതിലെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ സിനിമ പോലും കാണാത്ത ആളുകളുണ്ട് കേരളത്തിൽ. എല്ലാ സംസ്ഥാനങ്ങളിലുണ്ട് സിനിമയെ മാറ്റി നിർത്തിയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ഏറ്റവും വലിയ ആകർഷണമായി ഇത് മാറുന്നതാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ചർച്ചയാകും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ആരാണ് യോഗി ആദിത്യനാഥ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് സാധാരണ ഒരു സന്യാസിയായി മാറിയ, ബാല്യം മുതൽ സന്യാസിയായി മാറി പിന്നീട് രാഷ്ട്രീയത്തിന്റെ ആദ്യപടി ചവിട്ടി, ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ MP ആയി, 5 തവണ MP ആയി, 2 തവണ UP-യുടെ മുഖ്യമന്ത്രിയായി, ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായി, ദീർഘകാലം UP-യിൽ ഒരുപാട് ആക്ടിവിറ്റികൾ കൊണ്ടുവന്ന, പ്രത്യേകിച്ച് ആന്റി റോമിയോ സ്ക്വാഡ്, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് എതിരെ ആളുകളെ ഇറക്കി, പോലീസിനെയും സ്ക്വാഡിനെയും ഇറക്കി അത് നിശേഷം ഇല്ലാതാക്കി കളഞ്ഞ, ഗുണ്ടാരാജിനെ അടിച്ചൊതുക്കി തോക്ക് എടുക്കാൻ പ്രേരിപ്പിച്ച, ഗുണ്ടകളെ അടിച്ചമർത്താൻ തോക്കെടുത്തു കൊടുത്ത യോഗി എന്ന് പറയുന്ന ഒരു സന്യാസി എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ വഴി സ്വീകരിച്ചു. ആ വഴിയാണ് സ്വീകരിക്കേണ്ടതെങ്കിൽ ആ വഴി സ്വീകരിച്ചു. അങ്ങനെ പൂർണ്ണമായിട്ടും പലപ്പോഴും എൻക്രോച്ച് ചെയ്തിട്ടുള്ള, അതിക്രമിച്ച് കടന്നിട്ടുള്ള, കൈവശപ്പെടുത്തിയിട്ടുള്ള ഈ സർക്കാരിന്റെ സ്വത്തുകളൊക്കെ, കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു നിർത്തി ബുൾഡോസർ രാജ്, അല്ലെ, അങ്ങനെയാണ് പറയുന്നത്, രാജ്. അപ്പൊ അങ്ങനെയും പേരുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ ഇതൊക്കെ ആയിട്ട് എൻകൗണ്ടർ കൊണ്ടുവന്നത് പോയിന്റ് ബ്ലാങ്കിലൊക്കെ നമ്മൾ സിനിമയിലെ കണ്ടിട്ടുണ്ട്. അതൊക്കെ UP-യിൽ ഒരു നിത്യ കാഴ്ചയായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരെ ജയിലിലിട്ട് പിന്നെ കുറെ തീറ്റി കൊടുത്ത് വളർത്തി വലുതാക്കാതെ അപ്പൊ തന്നെ തീർക്കുന്നവർ. നിഷ്കരണം. ഒന്ന് ആലോചിച്ച് നോക്കുക, അത്തരം സീനുകളൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ആളുകളൊക്കെ എത്ര ഈ ഹീറോയെ കണ്ടിട്ട് കൈയടിക്കില്ലേ? ആ കൈയടി എന്ന് യോഗി ആദിത്യനാഥിന്റെ ലോകം മുഴുവൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു, കിട്ടാൻ പോകുന്നു എന്നിടത്താണ് നമ്മൾ അതിന്റെ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട്, അത് നൽകുന്ന സന്ദേശം, അതിന്റെ വഴികളൊക്കെ വേറെ ആയിരിക്കാം, പക്ഷെ അങ്ങനെ കാണേണ്ടതില്ലെന്നാണ് ഞാൻ പറയുന്നത്. അതൊരു ഒരു സിനിമ എന്ന നിലയ്ക്ക്, ഒരു കലാരൂപം എന്ന നിലയ്ക്ക് അതിന്റെ ധർമ്മം അത് പാലിക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇന്നത്തെ ഒരു മുഖം വെച്ച് നോക്കുമ്പോൾ സന്യാസ ജീവിതത്തിന്റെ ലാളിത്യവും, ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത് സന്യാസ ജീവിതത്തിന്റെ ലാളിത്യവും ഭരണത്തിന്റെ കരുത്തും, നേരത്തെ ധന്യ പറഞ്ഞ മുമ്പ് സൂചിപ്പിച്ച പോലെ കരുത്തനായ ഒരു യോഗി, രാഷ്ട്രീയത്തിന്റെ കർശന നിലപാട്,
തൻ്റെ തീരുമാനങ്ങളിൽ ഇളകാത്ത, വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് പോലെ ആഴിയുടെ അടിത്തട്ട് വരെ പോകേണ്ട വന്നാലും മരണത്തെ മുഖാമുഖം കാണേണ്ടി വന്നാലും വിട്ടുമാറാത്ത നിലപാടുള്ള ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു കമ്പൈനാണ്, എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള യോഗി ആദിത്യനാഥ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള, എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രിമാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ്. നമ്മുടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി ആരായിരിക്കും എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ യോഗി ആദിത്യനാഥ് ആയിരിക്കുമെന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെയും അവരുടെ പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായങ്ങൾക്കൊക്കെ അപ്പുറത്ത് അങ്ങനെ സംഭവിക്കട്ടെ. ഒരു ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച അദ്ദേഹത്തിന്റെ ജീവിതയാത്ര ഇന്ന് കോടിക്കണക്കിന് ജനങ്ങളുടെ ഒരു നേതാവായി മാറിയ പ്രചോദനാത്മകമായ, പ്രചോദിപ്പിക്കുന്ന ഈ കഥ കാണാനായിട്ട് ധനിയെ പോലെ ഞാനും പ്രേക്ഷകരും ഒക്കെ കാത്തിരിക്കുകയാണ്. ആ സിനിമ വലിയ ഒരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്.